നിൽക്കാം. സ്പൈനൽ മസ്കുലർ അട്രോഫി ടൈപ്പ് 1 എന്ന അപൂർവ രോഗം സ്ഥിരീകരിച്ച മിയ മരിയയുടെ ചികിത്സയ്ക്കായി കാരുണ്യം തേടുകയാണ് മാതാപിതാക്കൾ. വിദേശത്ത് നിന്നും 16.5 കോടിയുടെ മരുന്നെത്തിച്ച് ജീൻ തെറാപ്പി നൽകിയാൽ മാത്രമേ 7 മാസം പ്രായമുള്ള ഈ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനാകൂ. 7 മാസം മാത്രം പ്രായമുള്ള മിയ മരിയ എന്ന ഈ കുരുന്ന് അതികഠിനമായ ജനിതക രോഗാവസ്ഥയെ അതിജീവിക്കാനുള്ള പോരാട്ടത്തിലാണ്. മൂവാറ്റുപുഴ ആയവന സ്വദേശി ജിനു ജോർജിന്റെയും ഇരിങ്ങാലക്കുട ആളൂർ സ്വദേശി നിമ്മി ജോഷിയുടെയും മകളാണ് മിയ മരിയ. കുഞ്ഞിന് സ്പൈനൽ മസ്കുലർ അട്രോഫി ടൈപ്പ് 1 എന്ന ഗുരുതര ജനിതക രോഗം ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. If you don't treat this condition, she will not make it beyond the first year of life. There are different types of treatment available for this condition right now. One of the main treatment options is to give gene therapy. പേശികളുടെ ചലനശേഷി നശിപ്പിച്ച ഒടുവിൽ ശ്വാസമെടുക്കാൻ പോലും സമ്മതിക്കാത്ത ക്രൂരമായ രോഗമാണിത്. കുഞ്ഞു മിയയുടെ രോഗവിവരം അറിഞ്ഞതു മുതൽ പ്രതിവിധി എന്തെന്ന മാതാപിതാക്കൾ തേടി. എന്നാൽ അത് മറികടക്കാനുള്ള നിസ്സഹായാവസ്ഥയിലാണ് കുഞ്ഞിന്റെ കുടുംബം. നമ്മൾ എത്രയും പെട്ടെന്ന് ജീൻ തെറാപ്പി ചെയ്തില്ല എങ്കിൽ നമുക്ക് കുട്ടിയുടെ ലൈഫ് സേവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ ജീൻ തെറാപ്പി ചെയ്യണം. അപ്പോൾ അതിന് ഏകദേശം എമൗണ്ട് വരുന്നത് 16.5 കോടി രൂപയാണ് വരുന്നത്. അപ്പോൾ സാധാരണക്കാരായ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഞങ്ങളെ സംബന്ധിച്ച് അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റാവുന്നൊരു എമൗണ്ട് അല്ല. അപ്പോൾ സുമനസ്സുള്ള ഓരോരുത്തരുടെയും കരുണയും സഹായവും ഷെയറിങ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ കുഞ്ഞുമോളെ രക്ഷിച്ചെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. മിയമോളുടെ ജീവൻ തിരികെ കിട്ടാൻ 1.5 വയസ്സിനുള്ളിൽ ജീൻ തെറാപ്പി ചെയ്യണം. മറ്റൊരു ചികിത്സയ്ക്കും ഈ രോഗത്തെ അതിജീവിക്കാൻ ആവില്ല. വിദേശത്തു നിന്നും എത്തിക്കേണ്ട മരുന്നിന് മാത്രം വേണ്ടിവരുന്നത് 16.5 കോടി രൂപയാണ്. ഒരു സാധാരണ കുടുംബത്തിന് ചിന്തിക്കാൻ പോലുമാകാത്തത്ര വലിയ തുക. സമയമുള്ള കുഞ്ഞുങ്ങൾക്ക് എന്താ പ്രത്യേകത വെച്ചാൽ അവർക്ക് വിഴുങ്ങാൻ പറ്റില്ല, ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല, നടക്കാനോ ഇരിക്കാനോ. നമുക്ക് NG ട്യൂബിലൂടെയാണ് അവൾ ഭക്ഷണം കഴിക്കണത്. കുഞ്ഞ് എന്നെ നോക്കി ചിരിക്കുമ്പോൾ സത്യം പറഞ്ഞൊരു അമ്മ എന്നുള്ള ലെവലിൽ എനിക്ക് ചിരിക്കാൻ പോലും സാധിക്കണില്ല. കാരണം ഇത്ര വലിയ എമൗണ്ടിൽ ഞാൻ അവളെ എങ്ങനെ ട്രീറ്റ് ചെയ്യും, അവളുടെ ജീവൻ എങ്ങനെ രക്ഷിക്കാൻ പറ്റുന്ന പോലും എനിക്കറിയില്ല. സമയം അതിവേഗം കുറഞ്ഞു വരികയാണ്. കനിവുള്ളവരുടെ ഒരു ചെറിയ കരുണയുണ്ടെങ്കിൽ മിയമോളെ നമുക്ക് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാം. ധനശേഖരൻ